വിദ്യാസാഗർ, ഈ ശ്യാംകുമാർ പറഞ്ഞത് രാമായണത്തിൽ പറഞ്ഞത് മാത്രമാണ് ഞാൻ ഈ പരമ്പരയിൽ എഴുതിയിരിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാമായണത്തെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖരും രാമായണത്തെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർഡിറക്കിയതെന്ന് പറഞ്ഞാൽ ഞാനൊരു ദളിതനായതുകൊണ്ട് എന്നെ കടന്നാക്രമിക്കുന്നു. അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു, സവർണ ബ്രാഹ്മണിക്കൽ സംതിങ് ഫാഷിസമോ അങ്ങനെ എന്തോ പറഞ്ഞു. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അത് ഈ മാധ്യമം തന്നെ കൊടുത്തിരുന്നു അവരുടെ ഓൺലൈൻ ചാനലിൽ. അതിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇസ്ലാം ഫണ്ട് കൊടുക്കുന്ന ചില ആളുകൾ ഹിന്ദു നാമധാരികളുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളവരും ശബരിമല സമരത്തിൽ പങ്കെടുത്തവരും ഒക്കെ അതിൽ പെടും. ചില ആളുകൾ അതിപ്പോ എനിക്കത് പറയുന്നതിന് പരാതി മടിയൊന്നുമില്ല. എനിക്കിപ്പോ മുഹമ്മദ് നബി ആണെങ്കിലും പറയുന്നതിന് വിഷമമൊന്നുമില്ല. നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. രാമായണം വിമർശനാതീതമല്ല. അല്ല, രാമായണം എന്നല്ല, മഹാഭാരതവും രാമായണവും ഒക്കെ വിമർശിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ ഇതൊക്കെ വിമർശിക്കുന്ന അതേ സ്വാതന്ത്ര്യം എടുത്തിട്ട് ഇസ്ലാമിൽ വിമർശിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നാ എന്റെ ചോദ്യം. ഈ ഖുർആനിലോ ബൈബിളിലോ വിമർശിക്കാൻ തക്ക ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ പറഞ്ഞ ന്യായമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ 10 എണ്ണം കാണുമ്പോൾ അവിടെ 1000 എണ്ണം കിടക്കുകയാണ്. അതിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, രാമായണം ഒരു മതത്തെ അനുശാസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുന്നൊരു ഭീഷണി അതിലില്ല, ഗീതയിലും ഇല്ല. ഇത് സാഹിത്യമായി വായിക്കുന്നവരുണ്ട്, നല്ല ഉത്തമ സാഹിത്യം, സംസ്കൃത ഭാഷയിലുള്ള നല്ലൊരു സാഹിത്യം, അല്ലെങ്കിൽ ഒരു കഥ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ മതമാണ്, എനിക്കത് വളരെ വിശ്വാസമാണ്, അത് വളരെയധികം വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് ഇതിൽ, അതിൽ തർക്കമില്ല. പക്ഷെ അതേ ആളുകൾ പോയിട്ട് ഇസ്ലാമിക പക്ഷത്തു നിന്ന് കൊഴിമന്തി കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ പറയുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അവിടെ പോയിട്ട് ഇസ്ലാമിനെ പിന്നെ മുഹമ്മദ് നബി മുത്തുരത്നമോ എന്നൊക്കെ നാരായണ ഗുരുദേവൻ എഴുതി ഉണ്ട്. അനുകമ്പാ ദശകത്തിൽ അങ്ങനെ ഉണ്ട്. നാരായണ ഗുരു ഖുർആാനും ഹദീസും വായിച്ചിട്ടില്ല. ആ അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മുത്തുരത്നാന്ന് എഴുതിയത്. അതെ, മുത്തുരത്നമോ യവൻ മുത്തുരത്നമോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. പറയാൻ പറ്റില്ല. ഈ മുഹമ്മദ് നബി എത്രത്തോളം വലിയൊരു അക്രമിയായ ഒരു ഭരണാധികാരിയും അതിക്രൂരനായ ഒരു മതനേതാവുമായിരുന്നു എന്നുള്ള വിഷയം അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം വായിച്ചിട്ടില്ല. ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതി. എന്തുകൊണ്ട് എഴുതി? അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ട് എഴുതി. അതേ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം വായിക്കുമ്പോൾ അതിൽ ഒരുപാട് വിമർശനം ഉണ്ടല്ലോ. വളരെ എന്താ പറയാ, നമ്മൾ കാണുന്ന സ്നേഹാനുഭൂതിയുള്ള യേശു അല്ല ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതി വെച്ചിട്ടുള്ളത്. ക്രിസ്തുമതത്തിന് അടിപ്പടയായിട്ട് എഴുതിയിരിക്കുന്നതാണ്.